ഞാൻ ഇന്ന് ട്രെൻഡ് ഔട്ട് ആയ ഒരു ഐറ്റാണ് ഉണ്ടാക്കുന്നത്. അത് തന്നെ കൂന്തൽ നിറച്ചത്. വലിപ്പമുള്ള കൂന്തൽ ഇന്നാണ് ഒന്ന് കയ്യിൽ കിട്ടിയത്. പിന്നെ ഒട്ടും താമസിപ്പിച്ചില്ലേ, അപ്പൊ തന്നെ ഉണ്ടാക്കാന്ന് കരുതിയേ. ആദ്യം തന്നെ പറയട്ടെ, ഇതൊരു എളുപ്പം കഴിയുന്ന ഒന്നല്ലേ, നല്ല പണിയുണ്ട്. കൂന്തലിന്റെ തലയുടെ ഭാഗങ്ങളൊക്കെ ഞാൻ ഫില്ലിങ്ങിൽ ഇടാനായി മാറ്റി വെച്ചേ. കൂന്തലിനെ നല്ല വൃത്തിയായി കഴുകി വെച്ചേ. പിന്നെ ഇതിന് വേണ്ട മെയിൻ ഇൻഗ്രീഡിയൻസ് ആണ് സവാള, തക്കാളി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, തേങ്ങ, പച്ചമുളക്, അതൊക്കെ. പിന്നെ തേങ്ങ മിക്സിയിലിട്ട് ചതച്ചെടുക്കുമ്പോൾ കൂടെ ചെറിയ ഉള്ളിയും ജീരകം, പെരിഞ്ജീരകം ഇവയൊക്കെ ഇട്ടാണ് ചതച്ചെടുത്തത്. ആദ്യം തന്നെ ഉള്ളിയെ വഴറ്റിയെടുക്കാമേ. കുറച്ച് ഉപ്പിട്ട് മൂപ്പിച്ചെടുക്കാമേ. ശേഷം പച്ചമുളക്, തക്കാളി, മഞ്ഞൾപ്പൊടി, മുളകുപൊടി, ഉപ്പ്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എന്നിവ ഇട്ട് നന്നായി വഴറ്റിയെടുക്കാമേ. ശേഷം നമ്മൾ മാറ്റിവെച്ച കൂന്തലിന്റെ തലയുടെ പീസുകളൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാമേ. പിന്നെ നന്നായി വഴറ്റി കൊടുത്തേ. അതിലേക്ക് ഗരം മസാലപ്പൊടി, ഫിഷ് മസാല ഇട്ട് നന്നായി വഴറ്റി കൊടുത്തേ. ശേഷം നമ്മുടെ മെയിൻ ആയിട്ടായ തേങ്ങ ചതച്ചത് ഇട്ട് കൊടുത്തേ. ശേഷം നന്നായി ഇളക്കി യോജിപ്പിച്ച് കുറച്ച് മല്ലിച്ചപ്പ് ഇട്ട് കൊടുത്തേ. അങ്ങനെ നമ്മുടെ ഫില്ലിംഗ് റെഡിയായേ. ശേഷം കഴുകി വൃത്തിയാക്കി വെച്ച ഓരോ കൂന്തലിലേക്ക് ഈ ഫില്ലിംഗ് ഇട്ട് കൊടുത്തേ. ആദ്യം ഞാനൊരു സ്പൂൺ കൊണ്ടാണ് ഇട്ട് കൊടുത്തത്. പിന്നെ നേരെ കൈവച്ച് തന്നെ ഇടാൻ തുടങ്ങിയ. ഇത് നിറക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിറയെ ഉന്തി നിറക്കാൻ പാടില്ല. കുറച്ച് നിറച്ചിട്ട് ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കണേ. അല്ലെങ്കിൽ ഇത് വേവുമ്പോൾ കൂന്തൽ പൊട്ടിപ്പോവാൻ സാധ്യത ഉണ്ട്. അതുകൊണ്ട് ഞാൻ ഇങ്ങനെയാണ് ചെയ്തത്. പിന്നെ കൂന്തലിന്റെ ഉള്ളിലെ ഫില്ലിങ് പുറത്തു പോവാതിരിക്കാൻ ടൂത്ത് പിക്ക് വെച്ച് അടിച്ചു കൊടുക്കാവേ. അങ്ങനെയല്ല ഫില്ല് ചെയ്ത് വെച്ചേ. ഇത് കാണുമ്പോൾ നമ്മൾ കരുതും വേഗം കഴിയും, അത്ര പണിയൊന്നും ഇല്ലല്ലോ എന്നൊക്കെ. പക്ഷെ ഇത് ഉണ്ടാക്കുമ്പോഴാണ് ഇതിന് എത്രമാത്രം പണിയുണ്ടെന്ന് മനസ്സിലാവുന്നത്. ഇതിന് കൂടുതൽ സമയം പോകുന്നത് കൂന്തൽ ക്ലീൻ ചെയ്യാനാണ്. അതാണ് എനിക്ക് കൂടുതൽ സമയം പോയ പോലെ തോന്നിയത്. ഇതിനുള്ളിൽ നരിക്കുന്ന ഫില്ലിങ്ങിന് അത്ര സമയമൊന്നും വേണ്ട കേട്ടോ. ഇത് കഴിക്കാനുള്ള ഒരു അവസരം എനിക്ക് കിട്ടിയിരുന്നില്ലേ. പിന്നെ ഇതുപോലെ വലിയ കൂന്തലൊന്നും കിട്ടിയിരുന്നില്ലേ. ഇന്ന് വലിയത് കിട്ടിയപ്പോഴാണ് ഒന്ന് ആക്കി നോക്കിയത്. ഇതുവരെ ഈ ഒരു ഐറ്റം കഴിക്കാതെ കൊണ്ട് തന്നെ നല്ലൊരു ഇഷ്ടത്തോടെ ക്ഷമയോട് കൂടിയാണ് ഇത് ഉണ്ടാക്കിയത്. അങ്ങനെയെല്ലാം നേരെ ആവിക്ക് വെച്ചേ. പിന്നെ തുറന്നു നോക്കുമ്പോൾ ആ വലിയ സൈസ് കൂന്തലൊക്കെ ഒരു മീഡിയം സൈസായി നല്ലോണം ചുരുങ്ങിയിരുന്നേ. പിന്നെ ഒരു പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാല, ഉപ്പ് എന്നിവ അതിലേക്ക് എല്ലാ കൂന്തലും ഇട്ട് മസാലയൊക്കെ കൂന്തൽ പിടിച്ചതിന് ശേഷം പാത്രത്തിലേക്ക് മാറ്റിയെടുത്തേ. ആദ്യമായിട്ട് കഴിക്കുന്നത് കൊണ്ട് തന്നെ എന്താണ് ഇതിന്റെ ടേസ്റ്റ് എന്ന് അറിയാൻ ഭയങ്കര ആകാംക്ഷയായിരുന്നേ. ഒരു കടി കടിച്ചപ്പോ തന്നെ എന്റെ കിളി പോയ പോലെയായി. അത്രയും ടേസ്റ്റ് ആയിരുന്നേ. ഞാൻ ഇത്രയും ടേസ്റ്റ് ഉണ്ടാവുമെന്ന് ഒരിക്കലും വിചാരിച്ചിട്ടില്ല. ഫസ്റ്റ് ടൈമാണ് ഞാൻ ഈ ഒരു ഐറ്റം കഴിക്കുന്നത്. കഴിക്കണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. ഇത് കഴിക്കാനുള്ള ഒരു അവസരം എനിക്ക് കിട്ടിയിരുന്നില്ലേ. ആദ്യമായിട്ട് ഉണ്ടാക്കിയ ഫ്ലോപ്പ് ആയി പോകുന്നതാണ് കരുതിയത്. പക്ഷെ ഒരു രക്ഷയില്ലേ, അത്രക്കും ടേസ്റ്റ് ആയിരുന്നേ. ഞാൻ ഇത്രയും ടേസ്റ്റ് ഉണ്ടാവുമെന്ന് ഒരിക്കലും വിചാരിച്ചിട്ടില്ല. ഇതിന്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് തേങ്ങയുടെ അരവും കൂന്തലിന്റെ പീസുകളൊക്കെ ആ ഒരു ഫില്ലിങ്ങിൽ വരുമ്പോഴാണ്. എല്ലാവർക്കും നന്നായി ഇഷ്ടമായേ. ഇനിയും വലിയ കൂന്തൽ കിട്ടിയാൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഓക്കെ, ബൈ.